ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഡ്രീംസ് മൈ ലൈഫ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ഗേസ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി എടുത്ത് വെച്ചു. ഉരുളി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ ഗീ ഒഴിച്ചു. പിന്നെ അതിലേക്ക് സ്പൈസസ് ഇട്ട് സ്പൈസസ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഒണിയനും ചില്ലി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കൈമ റൈസാണ് എടുക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് കൈമ റൈസിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 3 കപ്പ് കൈമ റൈസാണ് എടുത്തത്. അപ്പോൾ 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കായാലും ഗീ റൈസിനായാലും നമ്മൾ വെള്ളം ബോയിൽ ചെയ്ത് ഒഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ ബോയിൽ ചെയ്ത വെള്ളം ഡയറക്റ്റ് ഉരുളിയിലേക്ക് ഒഴിക്കുന്നതിന് പകരം നമ്മൾ റൈസ് ഒന്ന് സോട്ട് ചെയ്തിട്ടും ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്തത് ഡയറക്റ്റായിട്ട് ബോയിൽ ചെയ്ത വെള്ളം ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റൈസ് എടുത്തിട്ട് ഞാൻ റൈസ് ഓൾറെഡി നേരത്തെ വെള്ളത്തിൽ 20 മിനിറ്റ് കഴുകി സോക്ക് ചെയ്ത് വെച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ച് തന്നു. അപ്പോൾ ആ സ്ട്രെയിൻ ചെയ്ത് റൈസ് ഞാൻ ഈ വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട സാൾട്ടും കൂടി ഇട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. ഇതിൻ്റെ ഫ്ലെയിം പറയുമ്പോൾ ആദ്യം ഒന്ന് നോർമലായിട്ടുള്ള ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് റൈസും ആ വെള്ളം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബോയിലാകുമ്പോൾ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. ഇവിടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് തമ്മിലൊന്ന് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ 1/2 ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഈ ബിരിയാണിക്കെല്ലാം കൈമ റൈസ് എടുക്കുമ്പോൾ അതിൻ്റെ വാട്ടറിനെല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഓവർ കുക്ക്ഡ് ആവും. ഇനി നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് ഇടാനില്ലേ ഫ്രൈഡ് ഓണിയൻ റെഡിയാക്കുക. അപ്പം ഞാൻ നന്നായിട്ട് തിന്നായിട്ട് സ്ലൈഡ്സ് ചെയ്ത് വെച്ച ഓണിയനാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഓണിയൻ നന്നായിട്ട് ഫ്രൈഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മൂപ്പിക്കാനൊന്നും നിൽക്കാണ്ട്, ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി വരും. അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതേ ഓയിലിൽ തന്നെ ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്തെടുക്കുകയാണ്. നെയ്ച്ചോറിലേക്ക് നമ്മൾ ഫ്രൈഡ് ചെയ്ത് വെച്ച ഓണിയനും കിസ്മിസും കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് വെച്ച് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗീ റൈസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.